അപ്പം ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം കെ ഗെയിം ഓവർ എം സി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട കേവിലല്ല ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ വേറൊരു കേവിൽ തന്നെ ഉള്ളത്. പിന്നെ വേറെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ മെന്നായിട്ട് 2 വീഡിയോസ് എടുത്തേക്ക്. ഏകദേശം ഞാൻ എഡിറ്റൊന്നും ചെയ്തിരിക്കില്ല, 4 മണിക്കൂറിൻ്റെ വീഡിയോയാണ്. അത് രണ്ടും എൻ്റെ റിലേറ്റ് ആയിപ്പോയി. അപ്പം അങ്ങനെ പണി കിട്ടിയിട്ടാണ് ഉള്ളത്. ആ 2 എപ്പിസോഡിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഡയമണ്ട്സ് കണ്ടുപിടിക്കുക. എൻ്റെ ഗോൾ എന്തായിരുന്നെന്ന് വെച്ചാൽ, ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡയമണ്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഫുൾ ആർമർ സെറ്റും പിന്നെ അതുപോലെ തന്നെ ടൂൾസും എല്ലാം സെറ്റാക്കിയിട്ട് അത് എൻജാൻഡ് ചെയ്യാനായിരുന്നു ഈ എപ്പിസോഡ് നാം വിചാരിച്ചത്. പക്ഷേ ഫോൺ സ്റ്റോറേജ് ഫുള്ളായപ്പം അറിയാത്തത് ഡിലേറ്റ് ആയിപ്പോയി. ഞാൻ വിചാരിച്ച് പഴയതായിരിക്കും, ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. അപ്പം കണ്ടിന്യൂസ് ഇനി ഇതിലേക്ക് അങ്ങനെ അങ്ങ് പോകുമായിരിക്കും. ഇപ്പം വേറൊരു കേവേ ഉള്ള ഇതിലിന് നമുക്കടുത്ത മൈൻഡ് ചെയ്യും. ഇപ്പോൾ ഏകദേശം 16 ഡയമണ്ടും ഒരു പിക്കാക്സും തന്നെ തേച്ചുണ്ടാക്കി. അപ്പം ബാക്കി ഈ സോംബീസിനെ കൊണ്ട് ജീവിക്കാൻ വയ്യുണ്ട്. അയൽക്കാം അതിൽ ഞാൻ കുറേ മൈൻഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. എല്ലാം വെള്ളത്തിൽ പോയ അവസ്ഥയാണ്. കുറേ ഇൻസൈൻ ക്ലച്ചും ചെയ്യുമായിരുന്നു ഞാൻ. ഓ, ഫുഡ് തീർന്നു. എന്താണ് പടക്കം എനിക്ക് വേണ്ട. അല്ല, നമുക്കപ്പം മൈനസിലേക്ക് പോകും. എന്തായാലും അയൺ ഇതാക്കുമല്ലോ, നമുക്ക് മൈൻഡ് ചെയ്യാം. നമ്മുടെ ലയൺ ഏകദേശം 2 സ്റ്റാക്കും കണ്ടുണ്ട് ഓൾറെഡി. എന്നാലും നമുക്കങ്ങ് മൈൻഡ് ചെയ്യാം. ഞാനെന്നല്ലേ ഫ്രീ കിട്ടുന്നല്ലേ, കളയണ്ടാലോ. ഈ കേവലല്ല ആദ്യം വന്നാൽ മതിയായിരുന്നു. ഇഷ്ടംമാതിരി വെറുതെ വാരിക്കോരി തരുന്ന പോലെ. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ആവശ്യമുള്ള സമയത്തൊന്നും കിട്ടില്ല. ഇതിനെ പിന്നെ എല്ലാത്തിനും ആവശ്യമില്ലാത്ത എങ്ങോട്ടേക്ക് വരും പോകുന്നുണ്ട്. അതേ പോകുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് ഈ വീഡിയോ ഞാൻ എത്ര ദിവസം കൊണ്ട് ഇടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം കുറച്ച് പണിയും തിരക്കൊക്കെ ആയിട്ടായിരിക്കാം. അത്രയും പെട്ടെന്ന് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ഇടാൻ നോക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആ പണിയും കിട്ടി. ഏകദേശം 4 മണിക്കൂറിൻ്റെ എങ്ങാണ്ട് ലെങ്ത് ഉണ്ടായിരുന്നു. വെള്ളത്തിൽ പോയി അല്ലാണ്ട് വെള്ളം പോയി. മോനമ്പി തന്നെ കൊണ്ടുപോയി കുത്താൻ തോന്നിക്കൊള്ളു. എന്ത് സാധനം? ഡ്രിപ്സ്റ്റോൺ നമുക്ക് കണ്ണിന് കണ്ടു. വേറെ എന്താണ് കൊല്ലാനുള്ള കുഴിയോ? അടിപൊളി.
ആ അല്ല ഇത് എന്നെ കൊല്ലാൻ വേണ്ടി വരുന്നു. ഇതെന്താണ് സ്ഥലം? പരലോകോ സ്വർലോകോ? ഏത് ലോകമാണെങ്കിലും പായത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നു. അപ്പോൾ സോറി ഗൈസ്. ആക്ച്വലി അതിപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? വെള്ളം കത്തിക്കും. എനിക്ക് കിട്ടുന്ന എല്ലാ കേവും ഡ്രിപ്പ് സ്റ്റോണും എന്ത് നന്നാകത്താണോ എനിക്ക് കഴിയുന്നില്ല. ഡ്രിപ്പ് സ്റ്റോണിൽ അങ്ങോട്ട് കൈവശം കൊടുത്തേക്കാൻ തോന്നുന്നു. പുഴ നീയാണോ പുഴുവിനെ ഇവിടുന്ന്? അങ്ങനല്ല എൻചാൻഡർ. അതിൻ്റെ ഇടയ്ക്ക് ഈ സൗണ്ടും അഞ്ചിനും പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് ഗോൾഡ് നല്ല ആവശ്യം. ഡയമണ്ടിൻ്റെ അത്ര തന്നെ. മറ്റേ ട്രേഡറില്ലേ, ഗോബ്ലിൻ ട്രേഡർ, അവൻ്റെ നമുക്ക് നെതറേറ്റ് കിട്ടും. ഒരു 9 ഇതിന് എത്ര കിട്ടുന്നത്? 9 ഡയമണ്ടും വില്ലേജർ പ്രേതൊക്കെ എവിടെ നിന്ന് കയറി വന്ന് അടുത്ത അതൊന്നും മൊട്ടിക്കളിക്കുന്നതാണോ അറിയത്തില്ല. ഡയമണ്ട് ഗോൾഡ് കിട്ടി. എവിടത്തിതാണ് ഗോൾഡ്? പെട്ടെന്ന് ഈ വെയിൻ കാണുമ്പോൾ ഡയമണ്ട് ആണ് വിചാരിച്ചു. എന്താ ഈ കേബിൾ ഒരു ഡയമണ്ട് പോലും എനിക്ക് ഇത്ര നേരിട്ടും കണ്ടിട്ടില്ല. ഒരൊറ്റ ഡയമണ്ട് പോലും. എന്ത് പരിപാടി? നിങ്ങൾ ഡയമണ്ട് വെയിൻ കാണുവാണെങ്കിൽ ഫുള്ള് തപ്പി പൊറുക്കണം, അല്ലെങ്കിൽ കിട്ടൂല വരെയായിരിക്കും. ഇതിലും സുഖം അല്ലാണ്ട് മൈൻ ചെയ്യുന്ന തന്നെയാണ് വെയിൻ മൈനിങ്. അത് കുറച്ചും കൂടെ എളുപ്പമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ചാർട്ട്? ഇവിടെ ഫുള്ള് പുഴി മാത്രമല്ല, ഇവിടെ നല്ല ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ അപ്പം സോറി കേസ്. ഇപ്പം വീഡിയോയ്ക്ക് നമ്മൾ സൗണ്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. അല്ലാണ്ട് ഇപ്പം അല്ലാണ്ട് ഫോണൊന്നും അല്ലാണ്ട് വേറൊരു മൈക്ക് ഇട്ടിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്.
സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നാം സംസാരിച്ചിട്ടില്ല വലിയായിട്ട്. കാരണം ആ കളിയിലങ്ങ് മുഴുകിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അത് സംഭവിച്ചത് കാരണം കേവിൽ പോയിട്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്ന സമയത്ത് അറിയില്ല, സൈലൻ്റ് ആയിരിക്കുമല്ലോ. നോർമലി ഞാൻ കളിക്കലെന്ന് വെച്ചാൽ ഫ്രണ്ട്സൊന്നും ഇല്ലാണ്ട് കളിക്കുമ്പം സംസാരിക്കലേ ഇല്ല. അതുകൊണ്ട് ഞാനിത് വീഡിയോ എടുക്കാൻ തന്നെ മറന്നുപോയി സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പോൾ സെപ്പറേറ്റ് ഒരു സംസാരിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഓഡിയോയും കൂടി. അപ്പം ഞാൻ കാണുന്ന കാര്യം അപ്പം തന്നെ പറയാം. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഈ നാം സംസാരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ, ഞാൻ സ്ട്രിപ്പ് മൈനിങ് ചെയ്യാൻ വേണ്ടി താഴത്തേക്ക് ഏറ്റവും -59 വന്നായിരുന്നു. അപ്പോൾ അവിടെ വന്ന സമയത്ത് ഏകദേശം നമുക്ക് ഒരു എത്ര ഡയമണ്ട് കിട്ടി, നമുക്ക് ഏകദേശം ഒരു 10-15 ഡയമണ്ട് കിട്ടിയെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ. ആ സ്ട്രിപ്പ് മൈനിങ് ചെയ്ത സമയത്ത് ഒരു 20 മിനിറ്റോളം ഞാൻ സ്ട്രിപ്പ് മൈനിങ് ചെയ്ത് 15-20 ഡയമണ്ട് എങ്ങാണ്ടേ കിട്ടിയിക്കൊള്ളൂ നമുക്ക്. അത്യാവശ്യം കിട്ടിയിക്കില്ലെന്നല്ല, പക്ഷെ വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇറങ്ങിപ്പോയി, ആ ഗുഹയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ ഗുഹയിൽ വലിയതായിട്ട് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, നമുക്ക് ഡയമണ്ട് കിട്ടുന്നില്ല. ഡയമണ്ടല്ലേ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതുകൊണ്ട് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഞാൻ അടുത്ത ഗുഹയിൽ പോയി. ഇവിടെയും കൂടെ ഇറങ്ങിപ്പോയി നോക്കണം. വേണ്ട, ഒരു വലിയ റിവ്യൂ എല്ലാം കിട്ടും, ചെറിയ റിവ്യൂ എല്ലാം കാണാം. അതോ അവിടെ സ്പെക്ടറായിട്ടുള്ള വീടാണ്. ആ വേ പോയിന്റ്. ഓക്കെ, ഇതാണ് വേ പോയിന്റ് സിസ്റ്റം. ഇതേപോലെ നമുക്ക് വേ പോയിന്റ് കിട്ടാം. നമുക്ക് ക്രാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും, അല്ലാണ്ട് നമുക്ക് ഇതേപോലെ ഒപ്റ്റൈനും ചെയ്യാൻ പറ്റും. ഒപ്റ്റൈനാണ് കുറച്ചും കൂടെ സുഖം ക്രാഫ്റ്റ് ചെയ്യാനാണ്. കണക്ക് നോക്കിട്ടെ. നമുക്ക് കുറച്ചും കൂടെ എന്നാൽ ട്രാവൽ ചെയ്തിട്ട് ഡയമണ്ട് നോക്കാം. ഇത്ര ഡയമണ്ട് മതി സത്യം പറഞ്ഞ എല്ലാ ഗിയറും ഒന്ന് സെറ്റാക്കാൻ. ഞാൻ വെച്ച് വല്ല പ്രവീണായിരിക്കും. ഇത് ഇന്നും നാളെയും കൂടെ എടുത്തിട്ട് ഞാൻ എന്തായാലും വീഡിയോ ഇടുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറയാമെന്ന് പിന്നെ നമുക്ക് ഹൈവ അത് നിങ്ങൾ കാണുന്നുണ്ട് എന്തുവാന്ന്. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട അതിൻ്റെ അടുത്തേക്ക് പോകാം നമുക്ക്. ആ അടുത്തത് ഇതാണ് മറ്റേ ഡഞ്ചൻ എക്സ്പ്ലോറർ. പട്ടീൻ്റെ എല്ലാം ഉണ്ടില്ല. ഡഞ്ചൻ എക്സ്പ്ലോറർ ഇതാണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുഴിച്ച് പോയി കഴിഞ്ഞാലേ നമുക്ക് കുറേ ലൂട്ടും കാര്യങ്ങളും നിങ്ങളെല്ലാം വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും. കുറേ മോബും ഒക്കെ ഇതായിട്ട് നമ്മുടെ ട്രയൽ ചേമ്പറില്ലേ അതുപോലെ തന്നെ നമുക്ക് ട്രയൽ കീ കിട്ടും. ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് നമ്മൾ നിലവിൽ ഇപ്പം എന്തായാലും ഇതാക്കുന്നില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഗിയറെല്ലാം സെറ്റാക്കി പവർഫുള്ളായിട്ട് നമുക്ക് കൊല്ലാൻ പോകാം. ഇപ്പം കുറച്ചും കൂടി അങ്ങനെ ചെറിയ ബ്ലോസം ഭയം നമ്മൾക്ക് നല്ല വലിയൊരു റവീനാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്.
അത്യാവശ്യം വലിയ നമുക്ക് എന്തായാലും താഴത്തേക്ക് തന്നെയാണ് പോകും. ഇവിടെ ബെഡ് വെച്ചിട്ടുണ്ട് കാര്യങ്ങളാണ്. അയാൾ ഇഷ്ടംമാതിരി നമ്മൾ സ്റ്റാർ ടെസ്റ്റ് മാത്രമാണ്. നമ്മളിപ്പം അടുത്ത കേവിലാണുള്ള സംഭവം. ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാല് ഇവിടെ കുറെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഫുള്ളൊരു വലിയ ആർമി. അതിനായിട്ട് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എൻ്റെ കയ്യിലാകെ ഫുഡ് വളരെ കുറവാണ്. ബ്രെഡാകെ 5-10 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളു. കുടുങ്ങിപ്പോയ അവസ്ഥയായിരുന്നു. ഞാനൊരു സ്ഥലത്ത് ബെഡ് വെച്ചിട്ട് ആ ബെഡിൽ തൊട്ടിട്ട് ഇവിടെ അടി കൊടുന്ന ഫുള്ള്. കാരണം കൊന്നിട്ട് ഇതാന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എൻ്റെ അയണിൻ്റെ ആക്സും പൊട്ടി. ഫുള്ള് കണക്കായിരുന്നു. പക്ഷെ എനിക്ക് നല്ലോണം മൈൻഡ് ചെയ്യാൻ പറ്റിക്ക്. എന്നുവെച്ചാൽ നല്ല ഏകദേശം ഒരു 2-2.5 സ്റ്റാക്കോളം ഡയമണ്ട് കിട്ടി. പിന്നെ ഈ കേവ് നിന്നാണെങ്കിൽ 2 സ്റ്റാക്ക് കിട്ടി. അല്ലാണ്ട് പിന്നെ നമ്മുടെ സ്റ്റാർ ഡസ്റ്റ് ഇല്ലേ, അതും കുറേ കിട്ടി. ഒരു 13 പീസം കണ്ട കിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ ഇഷ്ടംമാതിരി ഗോൾഡും കിട്ടി എനിക്ക്. അത് തന്നെ ധാരാളം എനിക്ക്. അപ്പം പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കൊരു വിറ്റ് സംഭവിച്ച്. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റാർ ഡസ്റ്റ് ഒരു സ്ഥലത്ത് ഞാൻ കണ്ട് കുട്ടി സോംബി ആർമി. എങ്ങനെ ഉണ്ടാവും പോളി? അതിൻ്റെ ഇടയ്ക്ക് ബോയില് ആരോ ഇല്ല. അവസ്ഥ ആലോചിച്ച് നോക്കില്ല. ലാസ്റ്റ് ഞാൻ ബിൽഡ് ചെയ്ത് അപ്പിയിട്ട് ഞാൻ ഫുള്ള് ഇതാകുമായിരുന്നു. ഭക്ഷണം കഴിച്ചിതാകുമായിരുന്നു. എൻ്റെ സോഡും പൊട്ടി. ഞാനിട്ടൊരു ഡയമണ്ടിൻ്റെ സോഡ് ക്രാഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ അടികൂടാൻ പോയതായി ഇറങ്ങി. അല്ലാണ്ട് നടക്കൂല. ചപ്പാത്തി ചുടുന്ന പോലെ എടുത്ത് സോംബീസ് അടിക്കുന്നത്. ഇങ്ങനെയാന്ന് നിനക്കും തരുന്നില്ല. ഈ മോഡ് മറ്റേ ജാവ സാച്ചുറേഷൻ മോഡും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു 10-30 പ്രാവശ്യമെങ്കിലും ചത്തിട്ടുണ്ടാവും. അത്ര അടിയാ കിട്ടുന്നത്. എന്താ സംഭവം നിനക്കും മനസ്സിലാവുന്നില്ല. ഹാർഡ് കോർ, സത്യം പറഞ്ഞാൽ ഹാർഡ് കോർ കളിക്കുന്നില്ല ഇതിൻ്റെ അവസ്ഥ. കാര്യം പറയുന്നതിനെന്താ സംഭവം. ഇതിലൊന്നും ഞാൻ വോയിസ് ഇതാക്കിയിട്ടില്ല. ഇതെന്തോ ഞാൻ കളിക്കുന്ന സമയത്ത് എന്തോ കോളിലെങ്ങാണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു സെക്ഷൻ ഇത് നിർത്തി ഒരു കട്ട് വരുന്നുണ്ട്. ആ സെക്ഷന് ശേഷമുള്ള സീനായത്. ഈ സ്കെൽട്ടനെ കൊണ്ട് ജീവിക്കാനും വയ്യ. അതിനിടയ്ക്കാണെങ്കിൽ ക്രീപ്പറും പുറകെ കൂടെ നടക്കുന്നു. ശല്യം ചെയ്ത് എനക്കൊന്നാ ഇത് സ്റ്റാർ ഡസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്തിട്ട് കണ്ടം പോയി ഓടിയാൽ മതിയായിരുന്നു ഈ സ്ഥലത്തുനിന്ന്. ഇവിടെ പക്ഷെ ഭയങ്കരമായിട്ട് സ്കെൽട്ടൻ സ്പോൺ ആവുന്നുണ്ട് ഈ സ്ഥലത്ത്. സ്കെൽട്ടനല്ല മെയിനായിട്ട് പ്രശ്നം, ക്രീപ്പറ പ്രശ്നം. ഇത്രയും നേരമായിട്ട് ഇവിടെ ചത്തിക്കില്ല എന്തായാലും. സോംബി ഇതൊക്കെ എന്നെ എന്തിനാണ് ആക്രമിക്കുന്നേ? എനക്കതാ മനസ്സിലാവാത്തെ. ഞാൻ എന്തോ തെറ്റ് ചെയ്തോ എന്തോ. ഇതൊക്കെ എന്നെ എടുത്ത് എയറിലാക്കാന്. ഇതൊന്ന് മൈൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഓടാം, അല്ലാണ്ട് നടക്കൂല. പിന്നെ നമുക്ക് ഈ ഡയമണ്ട് ഒന്ന് ആർമർ സെറ്റ് ആക്കണം. എന്നിട്ട് ബാക്കി എൻചാൻറ്റും ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് നോക്കിയിട്ട് സ്റ്റാർ ഡസ്റ്റിലേക്ക് മാറ്റണം. അതാണ് എൻ്റെ ഒരു പ്ലാന്. അതുകൊണ്ട് ഇതും കൂടെ ഞാൻ ഫുള്ള് കാണുന്ന എടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഏകദേശം എല്ലാ ഡയമണ്ട് എന്നാ എടുത്തെന്ന് തോന്നുന്നു. എനിക്കിനി വയ്യ ഫൈറ്റ് ചെയ്യാൻ. അവരെ തന്നെ അടി പിടിച്ചാവട്ടെ. അപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ അങ്ങനെയാണ് പ്ലാന്. അപ്പം ഇവിടെ കുറച്ചും കൂടെ ഉണ്ടോ നോട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ താഴത്തേക്ക് പോകണം. ഈ ഗുഹ എനിക്ക് തോന്നുന്നു ഇനിയും താഴത്തേക്ക് പോകുന്നുണ്ട് ഇത് കണ്ടിട്ട്. നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ എന്തായിരുന്നു പറയാൻ വന്നേന്? പിന്നെ എന്തോ ഒരു കാര്യം പറയാൻ വന്നു. പിന്നെ എൻചാൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുള്ള്
ഒരു പ്രൊട്ടക്ഷൻ 4 ലെവൽ വെച്ചിട്ടുള്ള ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ അല്ലാണ്ട് മറ്റേ എൻചാൻറ്റ് ടേബിൾ വെച്ച് അല്ലാണ്ടല്ല, ബുക്ക് വെച്ചിട്ടല്ല. ബുക്ക് വെച്ചിട്ടാണെങ്കിൽ മണിക്കൂർ 2, 4, 5 എടുത്താലും എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന് ഒരേക്ക്. എൻചാൻറ്റ് 4, എൻചാൻറ്റ് 5 ഒന്നും. എൻചാൻറ്റ് 4 അതിന് എൻചാൻറ്റ് 4 വരെ ഉള്ളല്ലോ. എൻചാൻറ്റ് 4 വരെ ഉള്ളു. എൻചാൻറ്റ് 4 വരെ നോക്കുന്നത്. പിന്നെ ഇനി ഡയമണ്ട് ബാക്കി തപ്പം. ഇപ്പം ഏകദേശം എൻ്റെ ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത് ആവും 59 ഡയമണ്ട്. കുറച്ചും കൂടെ കിട്ടിയേ കിട്ടി. ഹൈവ ഒരു ഡയമണ്ട്. ഓ ഫോർച്യൂൺ 3 ഇതല്ലാത്ത മറ്റേ ഡയമണ്ട് പിക്കാക്സ് വെച്ച് ഇതാക്കിയ അയണിലല്ലേ ഫോർച്യൂൺ 3 കിടക്കുന്നത്. അത് ഞാൻ കണ്ടിക്കില്ല. വിട്ടും കാരണം സ്റ്റാർ ഡസ്റ്റ് മൈൻഡ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് ഡയമണ്ടിന്റെ പിക്കാക്സ് ഉണ്ടല്ലോ അതെടുത്തിട്ട് അങ്ങ് വിട്ടു. അത് സംഭവിച്ചു വന്നേ. ഇതേ സെയിം ആവത്ത് ഇപ്പൊ എനിക്ക് കുറെ പ്രാവശ്യം പറ്റി. ഇന്ത്യാന വേറെ ഇവിടെ കിടപ്പുണ്ട്. ഒരു സ്റ്റാക്കായി, ഒരു സ്റ്റാക്കും 3 പീസും. ബാക്കി പൊട്ടിച്ചോക്കാം എവിടെയെങ്കിലും. ഇല്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല, താഴത്തേക്ക് പോവാ. അതന്നെ നല്ലത്. അങ്ങനെ ഒന്ന് മാത്രം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കാണാൻ ചാൻസ് വളരെ കുറവ്. ഇതിന്റെ താഴത്തേക്ക് പോയാലോ, അല്ലെങ്കിൽ വേണ്ട ഒന്ന് മുകളിലേക്ക് തന്നെ പോയി നോക്കാം. നമുക്കിപ്പൊ എന്തൊക്കെ ഇതുവരെ നമ്മൾ ഇതിനെ ട്രാവലിംഗ് ചെയ്തിട്ടില്ലല്ലേ. 15 ദിവസമായി നമ്മളിപ്പോ കളിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് കുറെ പണിയുണ്ട്. സ്റ്റാർഡസ്റ്റ് ആർമർ ഉണ്ടാക്കണോ, ഇതെല്ലാം കൂടി 40-50 ലെവലാകുമെന്ന് തോന്നുന്നല്ലോ. പിന്നെ വീട് പണിയേണ്ട പ്രശ്നമേ ഇല്ല, കാരണം എനിക്ക് പണിയാൻ അറിഞ്ഞൂടാ. എടുത്തു ചാടാൻ വാ. ഇങ്ങനെ എടുത്തു ചാടുമ്പോ മാറിക്കാൻ എങ്ങനെ ഉണ്ടാവും, നല്ല സുഖം ഉണ്ടാവും. ഇവിടെ ഡയമണ്ട് കാണുന്നില്ല എന്തായാലും. സ്റ്റാർഡസ്റ്റ് എത്ര ഉണ്ട്? ഒന്നേ ഉള്ളു. അത് മതി, നോക്കാം നമുക്ക് എന്തായാലും. പിന്നെ ആർക്കെങ്കിലും എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാന് ഇൻസ്റ്റയിൽ ഒരു ചാനലുണ്ട്, ഇതേ പേര് തന്നെ വരുന്നത്, NK ഗെയിം ഓവർ MC. അല്ലെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ, യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ പറഞ്ഞാലും മതി, നിങ്ങളുടെ ഐഡിയ അയച്ചാൽ മതി, ഞാൻ കളിക്കാനുണ്ടാവും. ഞാൻ സത്യം പറഞ്ഞ ഫ്രണ്ട്സിനോട് കളിക്കുമെന്ന് ചോദിച്ചാൽ കളിക്കും, പക്ഷെ വളരെ കുറവാണ്. കാരണം ആരും പിന്നെ അങ്ങനെ കളിക്കലുമില്ല മൈൻക്രാഫ്റ്റ്. അവരെല്ലാം മെയിനായിട്ട് CPM ഇല്ലേ, CPM എന്ന് പറയുന്ന ഗെയിം, പിന്നെ അതുപോലെ തന്നെ PUBG, കോൾ ഓഫ് ഡ്യൂട്ടി, അങ്ങനത്തെ ഒക്കെ ഗെയിമാണ് മെയിനായിട്ട് അവരൊക്കെ കളിക്കല്. ഞാനും കളിക്കലുണ്ട്, ഇല്ലാന്ന് ഒരിക്കലും പറയുന്നില്ല. ഞാൻ അതിലും ഏറ്റവും വലിയ വേട്ടാവളി ഞാൻ ഈ ഗെയിമിനൊക്കെ ആയിട്ടും കൂടുതലും കളിക്കുന്നത് FFും കോൾ ഓഫ് ഡ്യൂട്ടിയാ, പിന്നെ ജെൻസൻ ഇമ്പാക്റ്റും. എൻ്റെ ഫോണിൽ ഏകദേശം എല്ലാ ഗെയിമും ഉണ്ട്. സോളോ ലെവലിംഗ് ഉണ്ട്, ജെൻസൻ ഇമ്പാക്റ്റ് ഉണ്ട്, PUBG ഉണ്ട്. PUBG എല്ലാം മറ്റേ BGMI ഉണ്ട്, കോൾ ഓഫ് ഡ്യൂട്ടി, ഫ്രീ ഫയർ, CPM, മൈൻക്രാഫ്റ്റ്, പിന്നെ ഇതും ഉണ്ടല്ലോ വേറെ, അതിന്റെ പേര് വിട്ടല്ലോ, എന്തായിരുന്നു ഇപ്പൊ റൈസ്റ്റാർ ഇതായിട്ട് വേറൊരു ഗെയിമിലേക്ക് കയറിക്കില്ല, ആ ഗെയിമിന്റെ പേരാൻ വിട്ടല്ലോ. 5x5 അതിനൊക്കെ അറിഞ്ഞൂടാ അതിന്റെ കറക്റ്റ് പേര്, കാരണം അത് ഞാൻ പുതിയതായിട്ട് കളിക്കാൻ തുടങ്ങിയതാ. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല. ഇതെന്തായാലും ഇതാക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോയി നോക്കാം, ചിലപ്പം ഡയമണ്ട് കിട്ടും. എന്തായാലും തൽക്കാലം എത്ര മതി നമ്മുടെ ആർമറും ടൂൾസും ഉണ്ടാക്കാൻ. ആകെ ഇനി ഒരു ടൂളും കൂടെ ഉണ്ടാക്കണുള്ളൂ, മറ്റേ ആക്സും കൂടെ ഉണ്ടാക്കിയ ടൂൾസ് സെറ്റായി, പിന്നെ ആർമർ. ഇത്ര ഡയമണ്ട് ധാരാളാ അതിന്. ഇവിടെ ഇനി സോംബിയും സാധനം വന്നിട്ട് ശല്യം. ഡയമണ്ട് പറഞ്ഞിക്കില്ല ഞാന്, പറഞ്ഞ നാവെടുത്ത് വായിക്കാത്തിട്ടിക്കില്ല, അപ്പഴത്തേ സോംബി. നമ്മളിപ്പൊ ചത്തേനെ. സോംബി ഏതൊക്കെ പാതാളത്തുനിന്ന് വന്നേന്നും കണ്ടിക്കില്ല. ഡയമണ്ട് അവിടെ ഒരു സ്റ്റാക്കും എത്ര ആയോ. അയ്യോ ഇത് നല്ല വെയിനാണല്ലോ. 4, 6, 8, 9, 10 ഡയമണ്ടിന്റെ സ്റ്റാക്ക്.
തന്നെ വെറുതെ ഇട്ടടിക്കുന്നു. നമ്മുടെ കയ്യിൽ ഗർഭാഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പം ഇതാണ് കഴിക്കുന്നത്. ടോട്ടൽ നമ്മുടെ അടുത്ത് ഇപ്പം 23 എക്സ്ട്രാ ഡയമണ്ട്. വാട്ട് എ നൈസ്. നമുക്ക് അങ്ങോട്ടേക്കും കുറച്ചൊന്ന് നടന്നു നോക്കാം. അപ്പോൾ ഡയമണ്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് എടുത്തിട്ട് പോകാമല്ലോ. അച്ഛനെ പേടിപ്പിക്കാനായിട്ട് തോന്നി. അതാണ് പ്രശ്നം. ഇല്ലേ രണ്ടായിട്ട് ഇങ്ങനെ കഴിച്ച് ജീവിക്കാം. അതാണ് ഇവിടെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് പ്രേതം നീക്കുന്ന പോലെ നിൽക്കുന്നവർക്ക് ഗോൾഡ്. നമുക്കെന്തായാലും ഈ ഒരു നല്ല സുഖ കിട്ടിയ നമുക്ക് ഇതും പിന്നെ ഇപ്പൊ കുറച്ചൊന്നും കിട്ടിയല്ല. ഇത് സ്റ്റാർ ഡസ്റ്റ് ഇതാക്കണം, പൗഡർ ആക്കണം. സ്റ്റാർ ഡസ്റ്റ് പൗഡർ ആക്കിയിട്ടാന്ന് തോന്നുന്നു ബാക്കി ഇങ്കത്തിലേക്ക് മാറ്റണം. ഇങ്കത്തിലേക്ക് മാറ്റുമ്പം 2 ഡയമണ്ട് ആണോ 1 ഡയമണ്ട് 1 ഗോൾഡ് ആണോ അത് 1 ഡയമണ്ട് 2 ഗോൾഡ് ആണോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കണക്കതിൻ്റെ റെസിപ്പി. സ്റ്റാർ ഡസ്റ്റ് ഇങ്കത്തിൻ്റെ ഓർമ്മയില്ല കറക്റ്റ് എനിക്ക്. അപ്പം അതും കൂടെ സെറ്റ് കഴിഞ്ഞ് പിന്നെ ഈ ആർമർ ഇടാം. ഈ ആർമർ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം മെയിനായിട്ടെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ഹാർട്ട്സും കാര്യങ്ങളും കിട്ടും. അതുകൊണ്ട് ഇത് നോക്കണം വെറുതെ കിടക്കണം. ഇതിനടന്നു വന്നു 45 ലെവലായിരിക്കും എന്തായാലും. ഇവിടെ എന്ത് ഫൈറ്റാ മക്കളെ. ഞാൻ എങ്ങനെ ഇപ്പൊ ഒരു ജീവനോടെ ഇരിക്കുന്നത് നിനക്ക് മാത്രമേ. എന്തായാലും ഇവിടെ എത്തിയില്ല. നമുക്ക് കുറച്ച് ഇതങ്ങ് മൈൻഡ് ചെയ്തിട്ട് പോവാം. ഒരു 20 പീസ് 25 പീസ് നമ്മുടെ ആവശ്യമുണ്ടോ നമ്മുടെ എൻചാൻറ്റിൻ്റെ ആവശ്യം നോക്കണം. അപ്പോൾ 20 പീസ് അത് തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ വരാൻ ഇങ്ങനെ പൊട്ടുന്ന സമയത്ത് നമ്മുടെ അടിയിൽ ഡയമണ്ട് ടേക്കാൻ ഉണ്ടാവും. പൊളിക്കും എഫിഷ്യൻസി വേണേ നമ്മൾ പൊളിക്കും. പിന്നെ നമുക്ക് നെറൈറ്റിന് ആവശ്യമുണ്ട് പോകാം. നമുക്ക് അടുത്ത എന്തായാലും നെറലിൽ പോകാം. കാരണം നെറലിൽ പോയിട്ട് ഏകദേശം അടുത്ത എപ്പിസോഡ് എന്ന് പറയുമ്പം ഈ പ്രാവശ്യം ഡയമണ്ട് ആകുമ്പോൾ അടുത്ത എപ്പിസോഡ് വരുമ്പോൾ നമ്മുടെ സ്റ്റാർട്ട് സ്റ്റാർമായിരിക്കും. അത് നമുക്ക് കുറച്ച് പറ്റും. പക്ഷേ സ്റ്റാർട്ട് സ്റ്റാർ ചെയ്യണമെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചിന്തക്ക് വേണം. പിന്നെ മറ്റേ ഇതിൻ്റെ അടിച്ച് നമ്മൾ കുട്ടി നമ്മൾ മനുഷ്യൻ കഴിക്കും. കഷ്ടപ്പെട്ട് ഇതാക്കുമ്പോൾ മനുഷ്യൻ അടക്കി നടക്കണം. നമ്മുടെ ഇതൊന്നും സ്ലിപ്പിംഗ് ടാബ്ലറ്റ് നമ്മുടെ സ്ലിപ്പിംഗ് ടാബ്ലറ്റ് ഉണ്ട്. ആ സ്ലിപ്പിംഗ് ടാബ്ലറ്റ് തീരാൻ പോയി ചാത്തിലും പോകും. ആകാശത്തും പറയുന്നത് പിന്നെ മെട്രോക്ക് കഴിക്കുമ്പോൾ നിങ്ങൾ ജാവ സാച്ചുറേഷൻ കയറ്റിക്കും ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ കുഴിച്ച് ഇവിടം വരെ എത്തി, നമ്മുടെ മുകളിൽ വരെ എത്തി. പക്ഷേ ഇത് മലയ്ക്കകത്തൂടെയാണ് കയറി പോകുന്നത്. നമ്മുടെ ഏകദേശം 25 സ്റ്റാക്കോളം നമുക്ക് കിട്ടി. 25-26 സ്റ്റാക്ക് സോറി 26 പീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കിട്ടി. ഇനി ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം.
ഞാൻ അവിടെ നിന്ന് കുയിച്ച് പോകുമായിരുന്നെങ്കിൽ അങ്ങിൻ്റെ മണ്ടയ്ക്കല്ല എത്തിയെന്ന്. ഇങ്ങനെ ഇപ്പൊ ചെത്തി 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 പോയെന്നെ കുറെ നേരമായി ഞാൻ ചെത്താൻ തുടങ്ങിയിട്ട്. നന്നായിട്ട് എത്തിക്കില്ല ഇത്ര നേരമായിട്ട്. ഞാൻ വേറെ വില്ലേജിലെത്തിയ അത് കൊള്ളാമല്ലോ. ഒരു സെക്കൻഡ് ഗൈസ്. 66 ഹെക്ടേഴ്സ് 87 കിട്ടുന്നില്ല. പിന്നെന്താ ലാഗ് പോലെ. തൊണ്ടയടിച്ചു മനുഷ്യൻ്റെ. അപ്പം തിരിച്ചെത്തി. അത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഒരു കോള് വന്നു, വീട്ടിൽ നിന്ന് ഒരു കോള് വന്നേ. സാധാ ക്യാരക്ടറായിരുന്നു, നായിച്ച് മറ്റേ വൈൽഡ് ക്യാരക്ടറായിരിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് സോള് ഇത് 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 ഒരൊറ്റ ഒന്നും കൊണ്ട് എന്ത് ചെയ്യാൻ. ഇവിടെ നമുക്കിത് ഫുള്ളൊന്ന് എടുക്കാം. വീറ്റ് വീറ്റ് ഫുൾ എടുത്തിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാം. എൻ്റെ മൈക്ക് ഇതല്ലേ, ഒരു സെക്കൻഡ്. യെസ് മൈക്കോണാണ്, യെസ് മൈക്കോണാണ്. അപ്പം അങ്ങ് തട്ടിയാലോ 100 വേണ്ട, വെറുതെ കൈയെല്ലാം ചവിട്ടുകൊണ്ട് ഞാൻ കേട്ടിട്ട് ചക്ര 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 മൊത്തം. ഇവനെ എന്താണ് ചെയ്യേണ്ടത്? ഒരൊറ്റ വെട്ടല്ലേ കൊടുക്കണ്ടേ ഇവന്? മര്യാദക്ക് ഞാന് വീച്ചെടുക്കാൻ പോകുമ്പോ അവൻ വന്നിട്ടല്ല അങ്ങനെ കഷ്ട. എന്തായാലും ഡിയറിനൊക്കെ നമുക്കിത് കുറെ എന്തായാലും ആവശ്യമുണ്ട്. ഒരു 2 ബാഗെങ്കിലും മിനിമം വേണം. ഇപ്പൊ തന്നെ ഞാൻ കുറേ സാധനങ്ങൾ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തൊക്കെ കളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ ഭാവിയിൽ ആവശ്യം വരും, ഇപ്പൊ ആവശ്യം വന്നിട്ടില്ലെങ്കിലും. ഇപ്പൊ ഇതിനെ പിടിച്ച് ഞാനൊരു ഒറ്റ അടിയുണ്ട് നിറയില്. എത്തൊന്നുമില്ല. ഭക്ഷണം നമുക്ക് ഭാവിയിൽ ആവശ്യമുള്ളത് മരം എവിടെയും കിട്ടും. കുറച്ചൊന്ന് ഇങ്ങോട്ട് പോയി നോക്കാം. വല്ല ഡിയറും ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട് ഡിയറിൻ്റെ ഇത്. എല്ലാം ഒരു വഴിക്കായാലും സുഖം. അല്ലെങ്കിൽ പിന്നെ അതെടുക്കാൻ വേറെ പിന്നെയും പോകണം. പട്ടച്ചോനെ ജസ്റ്റ് മിസ്സിന്
വീടിനകത്തില്ല. പിന്നെ 48 ലെവല് എൻചാൻറ്റ്മെൻ്റ് എല്ലാം ഇത്ര ലെവലിൽ ഓക്കെ ആവേണ്ടതാണ് ഫുള്ളായിട്ട്. ഇത് കുട്ടിയായിരുന്നു. കുട്ടി വലുതാവട്ടെ, വലുതായിട്ട് നാം പിടിച്ചടിച്ചോളും. ബ്ലൂ ഗ്രേപ്സ് ഇത് നമ്മുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. നമുക്ക് പോഷനൊക്കെ ഉണ്ടാകണം, സ്ട്രെങ്ത്തിൻ്റെ പോഷനും കാര്യങ്ങളും. ആവശ്യമില്ലാത്ത എല്ലാ സാധനവും ഇവിടെ ഉണ്ടാവും, ആവശ്യമുള്ളൊരു വസ്തു ഉണ്ടാവില്ല. എന്തായാലും കുറേ ഹേബിളുണ്ട്, അതെല്ലാം ധാരാളം. ഇവിടെ വല്ല വീട് ഇതാക്കിയാൽ മതിയായിരുന്നു, നല്ല ക്ലീൻ വ്യൂവും കടലിലെ വ്യൂവും. പിന്നെ നമുക്ക് കാട്ടിൽ വല്ല സാധനം എടുക്കണമെങ്കിലും മരം മുറിക്കണമെങ്കിലും ജീവിയെ കൊല്ലണമെങ്കിലും എല്ലാം സുഖം. ഇവിടെ ഒരു വേസ്റ്റോൻ്റെ ആവശ്യമൊന്നുമില്ല, അടുത്ത് തന്നെയല്ല. ഇവിടെ പോയി ഡിയർ ഷീപ്പുണ്ട്. ഷീപ്പിനെന്തെങ്കിലും ഇപ്പം നിലവിൽ കൊല്ലുന്നുണ്ട്, കാരണം എനിക്ക് കപ്പാസിറ്റി ഇല്ലടേ. റാക്കൂൺ എന്തൊക്കെയോ തരും, പക്ഷെ എന്തോ മീനോ എന്തോ സാധനം അല്ലാണ്ട് റാക്കൂണൊന്നും തരും. ടൈമായ നമുക്ക് നിലവിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇതിന് എന്തോ സാധനം പൊട്ടി. വല്ലാത്ത അടിയാണ്. ഗോളം സാബ് ഞാൻ ഉറക്കട്ടെ, എന്നാലേ നിനക്കൊക്കെ രാവിലെ ഒരു ഗസ്റ്റ് വന്നാലും കിടന്നുറങ്ങുന്ന ജീവികൾ. എയറിലാക്കുന്നു. നാം വിചാരിച്ച എന്നെ കൊല്ലാൻ വന്നു. നമ്മൾ ടീം ചെയ്ത് ആ പൂച്ച അങ്ങോട്ട് ഓടിപ്പോയി. എൻ്റെ ഇടയ്ക്ക് വല്ലാത്ത ജാതി പൂച്ചയായിപ്പോയി.
നമുക്കിനി നമ്മുടെ വീട്ടിൽ തിരിച്ചു പോയിട്ട് അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ വീട്ടിലെത്തി. നമുക്കിവിടെ വേസ്റ്റ് ഓൺ ഇവിടെ തന്നെ കിട്ടും. ഹോം ഗ്ലോബൽ വേസ്റ്റ്, ഒരു വേസ്റ്റ് ഓൺ എ ഡേ. നമുക്കിന് റെസ്പോൺസ് ചെയ്യാം. അപ്പം അതെല്ലാം സാധനം എടുത്ത് മാറ്റിട്ട് ഇതെല്ലാം പിന്നെ നോക്കാം. നമുക്ക് ഇന്ന് നമ്മുടെ ഇതങ്ങ് വൈൻഡപ്പ് ചെയ്യാമല്ലോ. കാരണം പോയിട്ട് ഇനി വീട്ടിലേക്ക് സാധനം മേടിക്കണം. അങ്ങനെ കുറച്ച് പുറത്തിലൊക്കെ കുറച്ച് നല്ല കുറച്ച് പണി പണിയെല്ലാം വെച്ചാൽ ചാൻസിങ് ടൈം ഉണ്ടാക്കണം. ആദ്യം തന്നെ 2 ബുക്കുകളിലും ബുക്കല്ല എവിടെയാണ് അതൊക്കൊന്നും ഞാൻ എവിടെയോ വെച്ച് നടന്നിട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം. അടുത്ത നമുക്ക് ലെഗിൻസ് ഉണ്ടാക്കാം. പിന്നെ അതും കഴിഞ്ഞിട്ട് ഹെൽമെറ്റ്. പിന്നെ അതും കഴിഞ്ഞിട്ട് ബൂട്ട്സ്. അത് സെറ്റായി. പിന്നെന്തായിരുന്നു ബാക്കിയുള്ളത്? അത് പിന്നെ വലിയ ആവശ്യമില്ല, എന്നാലും അങ്ങോട്ടാക്കാം. അങ്ങനെ ഇതെല്ലാം സെറ്റായി. ഇനി നമുക്ക് ലാപ്പിസ് ലസോളെ എന്നത് വരുന്നതുകൊണ്ട് ടേബിളില്ല. പിന്നെ എവിടെയോ വെച്ച് മറന്നിട്ടുണ്ടായോ സാധനം? എവിടെയാന്ന് തിരിയുന്നില്ല. ഞാൻ ഇവിടെ റെയ്ഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ പോയി നോക്കാം ഫസ്റ്റ്. ഇതിലില്ലെങ്കിൽ അപ്പുറത്തൊന്നുണ്ടല്ലോ, അവിടെ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം അപ്പുറത്ത് നമുക്ക് പോയി നോക്കാം. ഫസ്റ്റ് ഇവിടെ ഇനിയും നമുക്ക് 60 ഡയമണ്ട് ബാക്കിയുണ്ട്. എന്തായാലും നമുക്ക് ഒന്നും കൂടെ കേവിൽ പോകേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ മറ്റേ ഇതുണ്ടല്ലോ, സ്റ്റാർട്ടർ സ്റ്റോർ. ഇതിന് നമ്മൾ ഇതാക്കിയില്ല. അല്ല പിന്നെ എന്തായാലും ടേബിൾ ഇപ്പോണ്ടല്ലോ, കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. സ്മൈറ്റ് നമ്മൾ എത്രാമത്തെ ലെവലാണ് കിട്ടുന്നത്? 10 വരെയൊക്കെ എത്തുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കങ്ങ് എടുക്കാം. ഒക്കെ സിൽക്ക് ടച്ച് ഇല്ലാത്തതുകൊണ്ട് അല്ലാണ്ട് തന്നെ കട്ടിയ. പേപ്പറുണ്ട്, അത് നോക്കേണ്ട ആവശ്യം നല്ല ചരിത്രമായിരിക്കും. ഇതിൻ്റെ പുറത്തൊരു ഇൻഡിക്കേറ്റർ ഒന്ന് പൊളിയോ, ചത്താലെങ്കിലും പൊളിക്കോ? ചെസ്റ്റ് ഒന്ന് എടുക്കാം.
വെറുതെ ഇതിനെ വേസ്റ്റ് ചത്തേനെ. ഇതെങ്ങനെ അതിൻ്റെ കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത് നോക്കാം. ജസ്റ്റ് മിക്കീസ് വല്ല വെപ്പൺസ് വാങ്ങാം. കൊണ്ട് പറയവേ അല്ലേ വെപ്പൺസല്ല നോബ്. എന്തായാലും മരം വേണം. ഇതൊന്നും തന്നെ ഊരിയെടുക്കാം. യെസ്, ഇതിലാണ് കിടക്കുന്നത്. ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ, പവർ, അൺബ്രേക്കിംഗ് ഷാർപ്പ്. ഇത് ആവശ്യമില്ല. പാരസിങ് ആവശ്യമില്ല. ഡെൻസിറ്റി ഇത് നിലവിൽ ആവശ്യമില്ല. ഓക്കെ, എപ്പം വെച്ചിട്ടാൻ പോയി. അപ്പുറത്തെ സൈഡിലായിരിക്കും. ആ പറ്റുന്നില്ലേ സാധനം കാണാനില്ല. പ്രൊട്ടക്ഷൻ ഈ ബുക്ക് എഴുതി തന്നെ ഇരിക്കട്ടെ. ബീഫും മട്ടനൊക്കെ ഉണ്ടല്ലോ. രണ്ട് ചെസ്റ്റ് ഡാമേജ്ഡ്. അപ്പോൾ എല്ലാം സെറ്റ്. നമുക്കിനി നമ്മുടെ അവിടെ പോയിട്ട് ബാക്കി ഇതാക്കാം. നമുക്ക് തൽക്കാലം അത് പുറത്ത് തന്നെ വെക്കാം. എന്നിട്ട് നമുക്കൊരു വർക്ക്ഷോപ്പ് റൂം ഉണ്ടാക്കാം. വർക്ക്ഷോപ്പും നമ്മുടെ ചെസ്റ്റൊക്കെ ഒരുമിച്ചിട്ട്. അതാ എനിക്ക് കുറച്ച് സുഖം. അല്ലാണ്ട് കുറച്ച് ടഫാണ്. സ്റ്റോറേജ് സിസ്റ്റത്തിൻ്റെ അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഫുഡ് കുക്കായിട്ട് ൂലിടാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ എടുത്ത് കൊടുക്കാം. ആവശ്യമില്ല, ഇത് നിലവിലാവശ്യമില്ല, ഇതാവശ്യമില്ല, 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 നിലവിൽ ഇതാവശ്യം. ഇത് നിലവിൽ ഇതാവശ്യമുണ്ട്, ഇതാവശ്യമില്ല, ഇത് ആവശ്യമുണ്ട്. ഇതാവശ്യമുണ്ട്. ഇങ്ങോട്ട് പോയി. പിന്നെ ഒരു ബോണ്ടായിരുന്നു. ആൻവില് നമുക്ക് ഇവിടെ തന്നെ വെക്കാം. നമുക്കൊന്ന് കിടന്നിട്ട് പോകാം. കിടന്നിട്ട് ഇതൊന്ന് ഇതാക്കാം. എന്നിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് നിർത്താം. നമ്മളിത് പണിയുകയാണെങ്കിൽ, ആ റൂം പണിയുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്തായാലും പണിയാം. അപ്പം ഇതിൻ്റെ പുറകെ തന്നെ ആദ്യം പോയിട്ട് ഇതുണ്ടായിട്ട് ഷെൽഫ് എന്തായാലും പറയുന്നത്. ബുക്ക് ഷെൽഫിനകത്ത് ബുക്ക് ഷെൽഫ് പേപ്പറില്ല. നമുക്ക് ബുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ലെതർ വേണം. ലെതർ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ്.
ലെതർ. അപ്പോൾ കുറച്ച് ലെതർ ഉപയോഗിക്കാം. ആശലപ്പൊന്നും കാണൂല, അല്ലാണ്ട് വെറുതെ നടക്കും. ഒരു വില്ലേജറിന് സാധാ വില്ലേജർ ആക്കണമല്ലോ. എന്നിട്ട് അവനെ കൊണ്ട് നമുക്ക് ബുക്ക് ഷെൽഫ് മേടിക്കണം. ഭക്ഷണം നമുക്ക് ആ വില്ലേജറിൽ തന്നെ പിടിക്കാം. എനിക്ക് ഈ വില്ലേജേഴ്സിൻ്റെ ഈ വില്ലേജ് സിസ്റ്റം അല്ല യെസ് ബുക്ക് ഷെൽഫ്. മോനെ ഇത് നമുക്ക് ആവശ്യമുള്ളതായിരുന്നു, വെറുതെ എടുത്തിട്ടപ്പോൾ തന്നെ കിട്ടി. ഞാൻ കാണിച്ചു തരാം, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് കാണിച്ചു തരാം. ക്വസ്റ്റ് ലൈനിൽ കുറച്ച് എമറോൾഡും പിടിക്കാം. അവിടെ എമറോൾഡ് 9 9 നമ്മുടെ അടുത്ത്. നമുക്കൊരു വർക്ക് ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. 2 പേര് അങ്ങനത്തെ തന്നെ. 8 പേരിലൊക്കെ നമ്മുടെ ക്വസ്റ്റ് റോളിൽ പോവുകയാണെങ്കിൽ അഡ്വഞ്ചർ ടൈം ട്രേഡ് ഫോർ എ ബൗണ്ടി ക്വസ്റ്റ് അറ്റ് ലൈബ്രറി വില്ലേജ്. നമുക്ക് കിട്ടിയത് നോക്കൂ, ബൗണ്ടി ഹാർസ്റ്റ്. വാവ്. ഞാനൊക്കെ ഇപ്പം ഒരു സാധനത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. ഫ്ലെക്സിംഗ് ടേപ്പ്. ഫ്ലെക്സിംഗ് ടേപ്പ് അത് കളഞ്ഞിട്ടല്ലേ നമ്മൾ. ഫോർച്യൂൺ കേക്ക്സ് ഉണ്ടായിട്ട് സുഖത്തിൽ കിട്ടും, ഒരു പ്രശ്നമില്ലാണ്ട് കിട്ടും. പക്ഷെ സാധനേ കാണാനില്ല ഇപ്പൊ നോക്കിയിട്ട്. രണ്ടെണ്ണം മതി, ധാരാളം. ഇനി മരം മുറിയാണ് എനിക്ക് കൈയല്ലേ, നാലേതെങ്കിലും വീടെടുത്ത് മുറിച്ചിടും. ഇപ്പോൾ ഇതാണിത് പ്രോഗ്രസ് ചെയ്യാൻ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. ഇവനല്ലായിരുന്നത് നിനക്ക് ഫ്ലെക്സിൻ്റെ നീ ഫ്ലെക്ചറാണ്. നമുക്ക് കുറച്ച് മരം വെട്ടി കാണാം ഗൈസ്.
എടുത്തില്ലമ്മ, താങ്ക് യു. ഇനി പോകും, അത് അത്ഭുതമാണോ? ഇത് അത്ഭുതം തന്നെ. തങ്ങ് മുറുത്തം കിട്ടുമല്ലോ ഭയം. വീഡിയോ വിളിക്കുന്നു. കറണ്ട് കാര്യമില്ല. ഞാനുണ്ടല്ലോ മനുഷ്യന് കളി കയറ്റുന്നത്. ഞാൻ ഈ വീടങ്ങ് ജപ്തി ചെയ്ത് എൻ്റെ എൻഡിങ് ടേബിൾ വെച്ചിട്ട് എന്താ അവസ്ഥ? എത്ര ലെവലിൽ കിട്ടുന്നു? 28 വരെ കിട്ടുന്നുണ്ട്. ഫോൺ മില്ല് ചെയ്താൽ കിട്ടുമോ? നോക്കണം. ഇതുവരെയായിട്ട് പോകുന്നില്ല. ആവൂല. അവിടെ സെപ്പറേറ്റ്
12 ബുക്ക്. യെസ്, 4 ധാരാളം. അയ്യോ, പലച്ചുറച്ചുകൊണ്ട് യെസ്, അങ്ങനെ 30ആയി. അപ്പം ആർമർ ഒരിക്കൽ കവർ വിട്ട് ഡയമണ്ട് ഇപ്പഴാവുന്ന ഫയർ പ്രൊട്ടക്ഷൻ ആവശ്യം. ലെഗൻസിലെന്താ പ്രൊട്ടക്ഷൻ 3, പ്രൊട്ടക്ഷൻ 3. ബൂട്ട്സിന് പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷൻ ഓഫ് കോഴ്സ്. ഫോർച്യൂൺ 2 ഓക്കെ. സ്മൈറ്റ് ആവശ്യമില്ല. ഷാർപ്നെസ് 3. നമുക്ക് ഫോർച്യൂൺ കൊടുക്കാം. ഫോർച്യൂൺ 2 എഫിഷ്യൻസി 4. യാ മോനെ. ബെയിൻ ഓഫ് ആർത്തോപോക്സ്, സ്മൈറ്റ്, ത്രോൺസ് 4 ഓക്കെ. പ്രൊട്ടക്ഷൻ 4. പ്രൊട്ടക്ഷൻ 4. അക്വ ഇൻഫിനിറ്റി ആവാ. ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ ആയിട്ടൊന്ന്. ഓ ലൂട്ടിങ് ആയിട്ടുള്ളതാ. ഡയമണ്ട്സിൽ ഫെദർ ഫോളിങ് 4. ത്രോൺസ് പ്രൊജക്റ്റ്. എന്തൊക്കെയാണോ കിട്ടുന്നത് എന്തോ. സ്മൈറ്റ് ആവശ്യം. നമ്മുടെ ഇതെന്തായിട്ടുണ്ടോ നോക്ക് പോട്ടെ. പ്രൊജക്ഷൻ ഓക്കെ. എന്തെങ്കിലും ചെയ്യാം നമുക്ക്. എന്തായാലും ഏതൊന്നും ബാക്കിയില്ല. സ്മൈറ്റ് ചെയ്തു, പക്ഷെ സ്മൈറ്റ് ബുക്കിലേക്ക് മാറ്റണം. ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ലെഗിൻസ് വെക്കാം. അൺബ്രേക്കിംഗ് ആൻഡ് ഷാർപ്നെസ്. നമുക്കിനി ബുക്ക് ഫുൾ ഇതാക്കാം. നോക്ക് ബാക്ക്, ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ, പവർ, knock back, renew knock back 2.
പവർ ഓൾറെഡി പവർ 4 തന്നെ ഇത് കിടക്കും. ലാസ്റ്റ് പ്രൊട്ടക്ഷൻ ഇല്ല. അയ്യോ, പ്രൊട്ടക്ഷൻ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് പറഞ്ഞ് എന്നോട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ പിന്നെ വളരെ സംസാരിക്കൽ വളരെ കുറവാണ്, ഞാൻ കുറച്ച് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ച് ഇതാക്കാം. പ്രൊട്ടക്ഷൻ 4ഉം അക്വ ഇൻഫിനിറ്റിയും, പ്രൊട്ടക്ഷൻ 4 ഫെദർ ഫോളിങ്, ത്രോൺസ് കാര്യങ്ങളാണ്. പിന്നെ സോഡിലുള്ള ലൂട്ടിങ്, അൺബ്രേക്കിംഗ് 1, ഷാർപ്നെസ് 1, നോക്ക് ബാക്ക് 2, ഫോർച്യൂൺ 2, എഫിഷ്യൻസി 4. അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ. ബാക്കി ഇനി നമുക്ക് നാളെ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നാളെ ഒരു ഉച്ച അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് തന്നെ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. ബാക്കി 10 വീഡിയോസ് അതും ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. 10 മണിക്കൂർ ടോട്ടൽ. അത് എഡിറ്റ് ചെയ്യുമ്പോൾ അത്രയും സമയം എടുക്കുമല്ലോ, അത് ഷോർട്ടാക്കി കൊണ്ടുവരണം. അപ്പോൾ നമുക്കിനി നാളെ കാണാം. നാളെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാളെ രാത്രി വേറെ വീഡിയോയും ഇതേപോലെ എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു, എൻചാൻറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഡയമണ്ട് ഇതാക്കി. നാളത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ ഡസ്റ്റ് വെച്ചിട്ട് ഫുൾ ആർമർ സെറ്റ്, പിന്നെ സ്റ്റാർ ഡസ്റ്റിൻ്റെ സ്മിത്തിങ് ടാബ്ലറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കാണാം. ബൈ ബൈ, ടാറ്റ.